ഹായ് ഓൾ, പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. നമുക്ക് വീട്ടിലെ കാര്യങ്ങളും സ്കൂളിൽ പോണ തിരക്കും പിന്നെ നമുക്ക് പുറത്തു പോകാനുണ്ട്, കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്, എല്ലാം കൂടി നല്ല തിരക്ക് പിടിച്ച ദിവസമാണേ. അപ്പോൾ രാവിലെ നമ്മൾ അബിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകണേ. സ്കൂളിൽ ഫുഡുണ്ട്, പക്ഷെ എന്നാലും ആൾ വീട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡ് കൊണ്ടുപോകല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കാര്യങ്ങൾ ഫുഡും ഏകദേശമൊക്കെ റെഡിയാവും. അപ്പോൾ ആൾക്ക് ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് ഞാനൊരു മുട്ട പൊരിച്ച് ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമലി ആൾക്ക് ഇഷ്ടമാണ്, പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ അതിനുള്ള ടൈമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കൂടെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കൊക്കെ പാടെ നമ്മൾ വേറെ ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ഇതാണ് കേട്ടോ വലിയ ഇഷ്ടം. എരിവും പുളിയൊക്കെ ഉള്ള ഐറ്റംസിനോടാണ് ആൾക്ക് താല്പര്യം. അപ്പോൾ അതൊക്കെ നമ്മൾ ബാഗിലാക്കിയിട്ട് അവൻ്റെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ ടൈം ആകുമ്പോൾ അവനെടുത്ത് പോയിക്കോളും. അതിൻ്റെ കൂടെ നമ്മളെ ചോറൊക്കെ റെഡിയായല്ലോ. ഇന്ന് നമുക്ക് 2-3 കേക്ക് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം സ്പഞ്ച് ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാം കൂടിയും ഒറ്റ ബാച്ചിൽ റെഡി ആവണം വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ഒന്നിച്ചാണ് കേട്ടോ ബീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ 3 കിലോൻ്റെ ഒന്നിച്ച് ഞാൻ ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊരു സ്ക്വയർ കേക്ക് ഉണ്ട്, പിന്നെ 2 കേക്കും ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ടോൾ കേക്കും പിന്നെ നോർമൽ ഒരു കേക്കും, അങ്ങനെ 3 കേക്കാണ് കേട്ടോ ഇന്ന് നമുക്ക് ഓർഡേഴ്സ് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇനി ഈ ഓരോ കേക്കുകൾ ബേക്ക് ചെയ്ത് റെഡിയാകുമ്പോഴേക്കിന് ബേക്ക് ചെയ്ത് ചൂടാറാൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. ഇന്നിവിടെ നമ്മളെടുത്ത് അംഗനവാടിയിൽ പ്രവേശനോത്സവമാണ് കേട്ടോ. ജൂൺ 3 എടുത്ത വീഡിയോ ആണേ. അപ്പോൾ നമ്മൾക്ക് അല്ലുവിനെ അംഗനവാടിയിൽ പറഞ്ഞേക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമ്മളിവിടെ ഏകദേശം ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ വീട്ടിലെ അമ്മമാരും ഉണ്ടാവും കേട്ടോ ഇവിടെ അംഗനവാടിയിൽ. അപ്പോൾ ഇവിടെ ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ നാട്ടിലെ അംഗനവാടിയിലൊന്നും ഇങ്ങനെ എല്ലാവരും പോകലും പരിപാടി പങ്കെടുക്കലൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ അംഗനവാടി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സാധാ എല്ലാവരും കൂടി ഒന്നിച്ച് എന്താ പറയുക ഒരുമയോടെ പോണ ഒരു നാടാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ ചന്ദ്രിക ടീച്ചർ. അപ്പോൾ ടീച്ചർ നമുക്ക് വ്ളോഗ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ അല്ലാതെ ബാക്കി എല്ലാവരും ഉമ്മമാരും കുട്ടികളൊക്കെ ആയിട്ട് വേറെ വീഡിയോസ് എടുക്കുന്ന തിരക്കുന്നതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ വിചാരിച്ചു 10 മണിക്കാണ് ടൈം പറഞ്ഞിട്ടുള്ളത്. ഏകദേശം തുടങ്ങിയപ്പോൾ 10:30 ആയി, കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 11:30 ആയിട്ടോ. ഞാനൊരു അരമണിക്കൂർ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തവണ പോയത്. പക്ഷേ അത് വന്നപ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഓരോരോ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അല്ലു പിന്നെ നമ്മൾ കൂടി ഇരിക്കണമെന്നില്ല കേട്ടോ. അവന് ഓരോ ടോയ്സിൽ നല്ല കളിയിലാണ്. അപ്പോൾ ആൾ ഇവിടെ ഈ ഒരു തിരക്കിലൊന്നും മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കേണ്ടപ്പോൾ ടീച്ചർ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ട് കൂടെ പ്രവേശനോത്സവം മാത്രമല്ല 10th +2 ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കുള്ള നമ്മൾ ഇങ്ങനെ അവരെ ആദരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രോഫി മൊമെൻ്റൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ഇത് സ്പൈഡർമാൻ കേക്കാണ്. അപ്പോൾ ഞാൻ ഐസ് ബ്ലൂ എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ കോട്ട് ചെയ്യണത്. 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. 3 ലേയേഴ്സ് ആയിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ഡിസൈനാണ്. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സ്പൈഡർമാൻ്റെ ടോയും പിന്നെ 4th ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് എടുത്തത് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെബ് വരച്ച് കൊടുക്കണം കേട്ടോ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടാവും, കാരണം ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 3 ലേയേഴ്സ് കേക്ക് മതി. അല്ല നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 7 ഇഞ്ചിൽ ചെയ്യുമ്പോൾ 4 ലേയേഴ്സ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർ കട്ട് ചെയ്യണതിനനുസരിച്ചൊക്കെ ഇരിക്കും നമുക്ക് എത്ര ലേയേഴ്സ് വേണമെന്നുള്ളത്. ഞാനങ്ങനെ നല്ല കട്ടിയല്ല എന്നാൽ നല്ല കട്ടിയില്ലാതെയല്ല, അങ്ങനെ ഒരു മിനിമലായിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ചെയ്ത അതേ വർക്കായതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. എനിക്ക് ചെയ്യാത്ത വർക്ക് ചെയ്യാനാണ് ഒന്നുകൂടെ താല്പര്യം. പിന്നെ അതുമല്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുമ്പോൾ ചെയ്യാത്ത ഫോട്ടോസ് ഇടുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ. വെറൈറ്റി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാന്ന് പറയുമ്പോൾ
അപ്പോൾ എന്തായാലും അവർ പറഞ്ഞ പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ റെഡ് തീമിലായിട്ടോ നമ്മൾ ഈ ഒരു കേക്ക്. അപ്പോൾ മോൻ്റെ നെയിം ഹെമിൽ എന്നാണ്. അത് നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റാർസൊക്കെ കട്ട് ചെയ്തിട്ട് അതുകൂടി നമ്മൾ ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഈ ഒരു കസ്റ്റമറുടെ ഓൾമോസ്റ്റ് എല്ലാ കേക്കും നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ നൈബർക്കുള്ള കേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് കേക്കുകൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അംഗനവാടിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച ടൈമിലൊന്നും ഏകദേശം ആയില്ല കേട്ടോ. അടുത്ത കേക്ക് ഈ ഒരു 1 kg കേക്കാണ്. ഈ ഒരു കേക്ക് നമ്മൾ 6 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തത്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ഡിസൈൻ തന്നെയാണ്. നമ്മൾ ഹംദുൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇപ്പോഴും കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. അത് അവർ നമ്മളെ ഇൻസ്റ്റഗ്രാം ത്രൂ നമ്മളെ പേജിൽ നോക്കും. കസ്റ്റമേഴ്സ് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലോ, അതുപോലെ ചെയ്യാം. ചില കസ്റ്റമേഴ്സ് നമ്മളോട് പറയും ചേഞ്ചസ് എന്തെങ്കിലും വരുത്തട്ടെ ചോദിക്കുമ്പോൾ അവർ ഓക്കെ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ സ്ക്വയർ കേക്ക്, ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ള കേക്കാണ് കേട്ടോ. 48 പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. 40 പീസാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോൾ 48 പീസായിട്ടുണ്ട്. ഏകദേശം എല്ലാം ഈക്വൽ ആവണമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ അങ്ങനെ ആയതാണ് കേട്ടോ. എക്സ്ട്രാ പീസ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല, പീസ് കുറയരുതെന്നാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 പീസ് കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സ്കൂളിലേക്കുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പീസ് കൂടിയതുകൊണ്ട് അവർക്ക് പുറത്തുനിന്ന് വന്ന ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. നമ്മളിത് ഈ ഒരു കേക്കിൻ്റെ റീല് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോഴേ അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നല്ല കമൻസും ഒരുപാട് മോശം കമൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യാൻ നിൽക്കണമെന്നുള്ള കമൻസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവർ പറഞ്ഞ വെയിറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളത്. വെയിറ്റ് പീസ് കൂടിയാൽ പ്രശ്നമില്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ഒരു വീഡിയോയിൽ പ്രത്യേകം പറയാൻ മറന്നുപോയി. അപ്പോൾ 8 പീസ് കൂടിയതുകൊണ്ട് അവർ 8 ടീച്ചേഴ്സിന് എക്സ്ട്രാ കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അത് നല്ല കാര്യമാണല്ലോ. പക്ഷേ നമ്മൾ കമൻറ്റിൽ ഭയങ്കര ശോകമായിരുന്നു കേട്ടോ. ഞാൻ കുറേ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. കേക്കിൻ്റെ മുകളിലായിട്ട് താങ്ക് യു ടീച്ചറിന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കട്ട് പീസ് ആയതുകൊണ്ട് മുകളിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ക്രീം വെച്ച് ചെയ്യാതെ ഫോണ്ടൻറ്റിൽ നമ്മൾ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ ലുക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ കേക്കും ഡെലിവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്.